നല്ല അപരാധ മലങ്കൾട്ട് പടന്നാണ്. മലങ്കൾട്ട് പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി മെന്റലി ഇഷ്യൂ ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ സത്യം പറയട്ടെ, കാരണം ഒരു പടത്തിനെ സംബന്ധിച്ചിടത്തോളം പടത്തിനെ കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള 200 രൂപ ടിക്കറ്റ് എടുത്ത് ഏതൊരാൾക്കും പടത്തിന് മോശമായിട്ട് കമന്റ് ഞാൻ വരാം, അതിലേക്ക് വരാം. അപ്പം ഒരു പടം അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അത് പറയാനുള്ള അധികാരം അല്ലെങ്കിൽ ആ പടമുള്ള അതോറിറ്റി ആ പടം കാണുന്ന ആൾക്കുണ്ട്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ തെറി പറയാനോ മോശമായിട്ട് പറയാനോ ഉള്ള ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല. കാരണം ആരുടെയും വകയല്ല ഈ പടം, അത് സ്വന്തം ഒരു ആർട്ടിസ്റ്റ്. ഇപ്പൊ എന്നെ എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് റിവ്യൂസ്, എല്ലാ റിവ്യൂസും അല്ല, ഒരുപാട് റിവ്യൂസ് ഡിഫറെന്റ് രീതിയിൽ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആളായാലും ആരായാലും അയാൾ റിവ്യൂ ചെയ്യുന്നത് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, ആളുടെ പേഴ്സണൽ റീച്ചിനും ആളുടെ യൂട്യൂബ് ചാനൽ വഴി പൈസ ഉണ്ടാക്കാൻ വേണ്ടി. എക്സാക്ട്ലി അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ നമ്മുടെ റിവ്യൂ മാത്രം ഏകദേശം 5 ലക്ഷം 6 ലക്ഷം ആൾക്കാരാണ് കണ്ടിരിക്കുന്നത്, ആ റിവ്യൂ കണ്ടിട്ട് പോയിരിക്കുന്നത്. അപ്പൊ അശ്വന്ത് കോക്ക് പറഞ്ഞ അല്ല പുള്ളി പറഞ്ഞ എല്ലാ റിവ്യൂസും നല്ലതായിരുന്നോ? പുള്ളി ഒരുപാട് നല്ല പടങ്ങൾ മോശമാണെന്ന് പറഞ്ഞു, ആ പടങ്ങൾ ഹിറ്റായ പടമാണ് തിയേറ്ററിൽ. പുള്ളി പറഞ്ഞ ഒരുപാട് നല്ല പടങ്ങൾ എന്ന് പറയുന്ന പടങ്ങൾ വളരെ മോശം പടങ്ങളും ഉണ്ടായിരുന്നു. അശ്വന്ത് കോക്ക് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഈ പടം ആയിക്കോട്ടെ, ഞാൻ കണ്ട പടങ്ങള് റിവ്യൂ പറയുമ്പോ അത്ര ഒരു താറടിച്ചതുപോലെ പറഞ്ഞിട്ടില്ല. ഓരോ പ്രേക്ഷകനും തോന്നിയ കാര്യം അദ്ദേഹത്തിന്റെ ഭാഷ പറയുന്നു.